ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുവേട്ടനാണോ ആ പണവും കൊണ്ടുപോയത്? ഞാൻ എന്തിനാ മേഡം ഇനിയും നിങ്ങളെ പറ്റിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്കിനി കുറെ നാളത്തേക്ക് ജയിൽ ജീവിതം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഭർത്താവിനെ കാണാതെ കരഞ്ഞ് വിഷമിച്ച് നടക്കുന്ന നിങ്ങളെ ഞാൻ വീണ്ടും എന്തിനാ വെറുതെ സങ്കടപ്പെടുത്തുന്നത്? ഭർത്താവിനോട് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ഞാൻ അത്രയും വലിയ തുക പറഞ്ഞിട്ടും നിങ്ങൾ അതും ഒപ്പിച്ചോണ്ട് വന്നത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ കൗളിപ്പിച്ച് ആ പണവും കൊണ്ട് പോവായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതിരുന്നത് വിഷ്ണുവിനെ ഭയം തന്നെയാ. എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് എന്റെ കാലവൻ തല്ലി തകർത്തിരിക്കുക. അറസ്റ്റ് രേഖപ്പെടുത്തണ്ട. വീണ്ടും ചോദ്യം ചെയ്താൽ പല സത്യങ്ങളും ഇവൻ ഛർദിക്കും. ഇവൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അത് കണ്ടെത്തുന്നത് വരെ ഇവൻ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം. നമ്മുടെ കസ്റ്റഡിയിൽ. ഞാൻ പറഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. ഓക്കെ മാഡം. നിന്റെ മുന്നിൽ ഇനിയുള്ള രക്ഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ ദയയാണ്. ആ ദയ നിനക്ക് കിട്ടണമെങ്കിൽ ഞങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ നീ ഊതിത്തരണം. അതായത് വിഷ്ണുവേട്ടൻ എന്ത് സംഭവിച്ചു എന്നതിന്റെ യഥാർത്ഥ സത്യം. അത് പറയുന്നത് വരെ നിന്നെ ഞങ്ങൾ ഉറക്കില്ല. ഭക്ഷണവും തരില്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും തരില്ല. ഇവൻ യഥാർത്ഥ സത്യം പറയണം. അതിന് റസാക്കിന് എന്ത് വഴിയും സ്വീകരിക്കാം. മാഡം, മോനെ ഡാനിയലേ, നീ ഇനി പുറലോകം കാണില്ലല്ലോടാ. വാ ചോദിക്കട്ടെ. വിഷ്ണുവിനെ സ്കെച്ച് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. ബാക്കിയുള്ള എല്ലാ ഓപ്പറേഷൻസും അറേഞ്ച് ചെയ്തതും നടപ്പിലാക്കിയതും വിഷ്ണുവാണ്. വിഷ്ണു നിങ്ങൾ കരുതുന്ന ആളല്ല.